ഒരു കാലഘട്ടത്തിൽ ഞാൻ എഴുത്തായിരുന്നു കൂടുതൽ. സയൻസ് ആൻഡ് ടെക്നോളജി, ഹിന്ദുവിനൊക്കെ എഴുതിയിരുന്നതാണ്. ഡെയിലി ടെലിഗ്രാഫ്, ലണ്ടൻ, സ്റ്റേറ്റ്സ്മാൻ, പത്രങ്ങൾക്ക് എഴുതുക, അങ്ങനെയായിരുന്നു. വര നിന്ന് പോകുന്നത് അനിയത്തി വരയ്ക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ബ്രഷ് താഴെ വയ്ക്കുക നല്ലത്. പനി പിടിച്ച് കിടക്കുമ്പോഴാണ്, ചെവിക്ക് ഇംബാലൻസ് ആയിട്ടിരിക്കുമ്പോൾ, വീട്ടിലൊരു മരണം നടന്നിരിക്കുമ്പോഴാണ് ഞാൻ സലാല മൊബൈൽസിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതും. പരസ്യം എന്ന് പറഞ്ഞാൽ നുണ എഴുത്താണ്. ഇപ്പം നമ്മൾ എഴുതിയ അനവധി സാധനങ്ങളുണ്ട്, മുഴുവൻ നുണയാണ്. സെമറ്റിക് സിസ്റ്റങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ സനാതനധർമ്മത്തിൻ്റെ ഒരു സങ്കല്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വിഷ്ണുസഹസ്രനാമം തുടങ്ങണേനാണ് ഓം വിശ്വം. ഓം എന്ന് വെച്ചാൽ രൂപമില്ലാത്തവർ, എല്ലായിടത്തും പെർവേഡ് ചെയ്യണേന് ഒരു ഡിനോട്ടിങ് സൗണ്ട് കൊടുത്തിരിക്കുന്നു. അത് കാണാവുന്ന പ്രപഞ്ചമായിട്ട് മാറും. കാളിയമർദ്ദനത്തിൽ കാളിന്തി നമ്മളാണ്, കാളിന്തിയിൽ വീശിയടിക്കണ വിഷക്കാറ്റ് നമ്മളാണ്, അപ്പോൾ പെയ്യണ മഴ നമ്മളാണ്, ആ കാളിന്തിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കടമ്പ് മരം നമ്മളാണ്, അതിലേക്ക് കയറുന്ന കൃഷ്ണൻ നമ്മളാണ്, കാളിയനും നമ്മളാണ്, കാളിയൻ്റെ പത്നിമാരും നമ്മളാണ്, അവസാനം കാളിയൻ്റെ മുകളിൽ നൃത്തം ചെയ്യണ ഭഗവാനും നമ്മളാണ്, നൃത്തം നമ്മളാണ്, അതിലത്തെ ആനന്ദം നമ്മളാണെന്നുള്ള അവസ്ഥയിൽ. അതായത് പ്രളയം കഴിഞ്ഞു, ദ്വാരക കടലിൽ പോയി, ഭഗവാന്റെ എന്നോ ഭഗവാൻ ഉപേക്ഷിച്ച ആ ഓടക്കുഴൽ കടലിൻ്റെ അടിത്തട്ട് കിടക്കുകയാണ്. ശ്രീരംഗത്ത് അത് രാമാനുജൻ്റെ ശരീരം, ഭൗതിക ശരീരം മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ശ്രീരംഗ ക്ഷേത്രത്തിൽ. വൈകുന്നേരം 7 മണി വരെ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അടക്കി വരും. മണവാളൻ എന്നാ പറയുക, രംഗനാഥസ്വാമിയുടെ ഉത്സവമൂർത്തിയാണ്. ഭാഗ്യവിഹാരി അധികം നേരം നമ്മളും നോക്കാൻ പാടില്ല, മൂപ്പരും നോക്കാൻ പാടില്ല, കൂടെ വരുന്നവർ. അത് ത്രിഭംഗി ലളിതാകൃതി എന്ന് പറയും കൃഷ്ണൻ, 3 വളവാണ്. കാരണം ഗോപാലസുന്ദരി സങ്കല്പം പോലെയാണ്, രാധയോടുകൂടി ചേർന്ന് നിൽക്കുന്ന കൃഷ്ണ. ഫെമിനിൻ പ്രിൻസിപ്പിളും ഉണ്ട്, മെയിൽ പ്രിൻസിപ്പിളും ഉണ്ട്, അതുകൊണ്ട് പവർ കൂടും. നമസ്തേ, എല്ലാവർക്കും യതീഷ ടോക്കിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേള നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ചില ഫ്ലോ ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ഒരു ട്രസ്റ്റ് ദ ഫ്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എപ്പോഴും എല്ലാ കാര്യവും ചെയ്യാറ്. അപ്പം അതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് വരേണ്ട അതിഥികളും ആ സമയത്ത് നമുക്ക് എത്താറുള്ളൂ. അപ്പം കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ശരത്തേട്ടന് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ശരത്തേട്ടൻ സ്വാഗതം. നമസ്കാരം. വലിയ ആമുഖങ്ങളൊന്നും നമ്മൾ ഷോക്ക് ഉണ്ടാവാറില്ല. അപ്പം എക്സൈറ്റ്മെൻ്റ് ഒരു ഭാഗത്ത്, സന്തോഷത്തിൻ്റെ ഒരു നമ്മൾ തുടങ്ങിയതും അത് സംസാരിച്ചതൊക്കെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് റീച്ചായി. ഒരുപാട് പേര് നമ്മൾ വിളിച്ചു. അതൊരു എപ്പോഴും ഒരു ആശ്വാസമാണ്. കാരണം കോവിഡ് കാലത്ത് 18 സ്റ്റെപ്പ് എങ്ങനെയാണോ കുറേ ആശ്വാസം പലർക്കും. പല മെസ്സേജസ് ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു 850 എബോവ് മെസ്സേജസ് തന്നെയുണ്ട്. അതൊന്നും ഒരു ലവോ അല്ലെങ്കിൽ ഒരു തംസപ്പോ ഉള്ള മെസ്സേജസ് അല്ല. അതിലുള്ള വളരെ കൃത്യമായിട്ട് അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള എഴുതിയ ആൾക്കാരാണ്. അതിലേറ്റവും മേജറായിട്ട് കണ്ടൊരു അഭിപ്രായം, കോവിഡിൻ്റെ സമയത്ത് അങ്ങ് നടത്തിയ ഒരുപാട് സത്സംഗങ്ങൾ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ അവർക്കുണ്ടാക്കിയ ജീവിതത്തിൽ മാറ്റം അല്ലെങ്കിൽ ഒരു സ്വാന്തനം, ഭഗവാനിലേക്ക് എന്താ പറയുക, വിർച്വലി ഭഗവാനിലേക്ക് കൊണ്ടുപോയ ഒരു അനുഭവങ്ങളൊക്കെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് കൃഷ്ണാസ് വിസ്പർ എന്നുള്ള ബുക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് തുടങ്ങി, പക്ഷെ അത് മുഴുവനാക്കി നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഓക്കെ, പക്ഷെ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് അങ്ങേക്ക് വാൾ ഓഫ് ഫെയിമിൽ ഡൽഹിയിൽ വരാൻ. ആ അനുഭവം ഒന്ന് പറയും, അവിടെ ഡൽഹി പോയത് എങ്ങനെയാണ്? പറയാം. കൃഷ്ണാസ് വിസ്പർ ഞാൻ അന്ന് തുടക്കത്തിൽ നമ്മളന്ന് ലാസ്റ്റ് പറഞ്ഞിരുന്നു. അത് എഴുതാനിടയ സാഹചര്യം എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നാമത് ഒരു കാലഘട്ടത്തിൽ ഞാൻ എഴുത്തായിരുന്നു കൂടുതൽ. മീൻസ് പത്രങ്ങൾക്ക് എഴുതുക, ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി, ഹിന്ദുവിനൊക്കെ എഴുതിയിരുന്നതാണ്. അതുമാതിരി പുറത്തേക്കും ഡെയിലി ടെലിഗ്രാഫ്, ലണ്ടൻ, സ്റ്റേറ്റ്സ്മാൻ, അങ്ങനെയൊക്കെ പത്രങ്ങൾക്ക് എഴുതുക, അങ്ങനെയായിരുന്നു. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ എന്താ വെച്ചാൽ, എനിക്ക് ചെറുപ്പത്തിൽ ഇതുമാതിരി നിന്ന് പോയൊരു സംഭവം വരയാണ്. വര നിന്ന് പോകുന്നത് അനിയത്തി വരയ്ക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ബ്രഷ് താഴെ വയ്ക്കുക നല്ലതെന്ന്. അവൾ അത്ര ഗംഭീരമായിട്ട് വരയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. എഴുത്തിൻ്റെ ഒരു വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലൈക്ക് ഈവൻ പ്രൊഫഷണൽ ലൈഫിലേക്കും അത് സംഭവിച്ചിരുന്നു. പക്ഷേ പുസ്തകം എഴുതുക എന്നുള്ളത് എന്നെ എപ്പോഴും എന്തോ പേടിപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ അതിനായിട്ടില്ല, ഞാൻ ഇനിയും പഠിക്കാനുണ്ട് എന്നൊരു ചിന്ത. അപ്പോൾ ചിലവർ എന്നെ അടുത്തറിയണവർ ചോദിക്കും, ഇനിയിപ്പോൾ എപ്പോഴാണ് 80 വയസ്സായിട്ടാണോ ഇത് എഴുതാൻ പോകണം, കുഴിക്ക് കാല് നീട്ടിയിട്ടെന്ന് പറയും പാലക്കാട് ഭാഗത്തൊക്കെ, അതായിട്ടാണോ ഇത് എഴുതാൻ പോകണമെന്ന് ചോദിക്കും. എന്നാലും പേടി കാരണം എഴുതിയിരുന്നില്ല. അതായത് ആശയങ്ങളുണ്ട്, പക്ഷേ കുറേയൊക്കെ നമുക്കൊരു ഏജ് എത്തുമ്പോൾ നമുക്കൊരു മടി വരും. അതെനിക്ക് തോന്നുന്നു ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മടി നമ്മളെ മെല്ലെ സീപ്പ് ചെയ്യും. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാനൊരു 30 വയസ്സാകുമ്പോഴേക്ക് റിട്ടയർ ആയ ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എനിക്കുണ്ടായിരുന്നു. ഈ കാരണം കൊണ്ട് എഴുത്ത് നടന്നില്ല.
സത്യം പറഞ്ഞാൽ ഈ പുസ്തകമല്ല ഞാൻ എഴുതണമെന്ന് വിചാരിച്ച പുസ്തകം. അപ്പോൾ അങ്ങനെ അത് പോയി. പ്രഭാഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഭഗവാനായിട്ട് ഇങ്ങനെ ഈ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ വല്ല സയൻസ് പുസ്തകങ്ങളൊക്കെ എഴുതും. അത് യാക്കൂബ് പെറൽമാൻ്റെയോ ഐസക് അസിമോവിൻ്റെയോ പോലെ മലയാളത്തിൽ പ്രൊഫസർ ശിവദാസിനെയൊക്കെ പോലുള്ള വ്യക്തികളെ വായിച്ചിട്ടാണ് നമ്മൾ വളർന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് അവരൊക്കെ നിർത്തി, ശിവദാസ് സാറൊക്കെ നിർത്തിവെച്ച അവിടുന്ന്, ഈ പരമേശ്വര സാർ അവിടുന്ന് ഇങ്ങോട്ട് ഉള്ള ഒരു സയൻസിൻ്റെ ഒരു എഴുത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ധൈര്യമില്ല, എഴുതാൻ ധൈര്യമില്ല. അങ്ങനെ ഈ ആധ്യാത്മിക വിഷയങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എഴുതാൻ ധൈര്യമില്ല, അല്ലെങ്കിൽ എഴുതാറായിട്ടില്ല. കാരണം എഴുത്തെന്ന് പറയുമ്പോൾ അതവിടെ ഒരു ഫൈൻ ഒരു സംഭവമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് വേണം. ഞാൻ എഴുതിയിട്ടുള്ളത് മുഴുവൻ ആഡ് ഫിലിം സ്ക്രിപ്റ്റുകളും പരസ്യങ്ങളും പിന്നെ സിനിമ, ഇതാണല്ലോ ഞാൻ എഴുതുന്നത്, ആസച്ച് എഴുതുന്നത്. കവിത എഴുത്ത് കുറേ നേരത്തെ നിന്നിരുന്നു. ഈ സിനിമയുടെ വിഷയത്തിലേക്ക് വരുമ്പോഴതിന് മുമ്പുണ്ടായിട്ട് ഈ പരസ്യത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു കാലത്ത് നമ്മൾ എഴുതുന്നത് മുഴുവൻ നുണയല്ലേ. പരസ്യം എന്ന് പറഞ്ഞാൽ നുണ എഴുത്താണ്. ഇപ്പം നമ്മൾ എഴുതിയ അനവധി സാധനങ്ങളുണ്ട്, മുഴുവൻ നുണയാണ്. ഈ നുണ എഴുതിയിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രൂത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാധനത്തിന് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആധ്യാത്മികതയാണെങ്കിൽ ട്രൂത്തിൻ്റെ എക്സ്പ്ലോറേഷനാണ്, അല്ലാണ്ട് അതൊരു അമ്പലത്തിൽ പോക്കോ കുറച്ച് ജപിക്കുക അതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എഴുതാനുള്ള ആശയങ്ങൾ വന്നാലും എനിക്കതിനെ പിന്നെ ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് എഴുതാം, കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്കൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോൾ അനന്തപൈ സാറൊക്കെ പോലെ പാമർ ചിത്രകഥകളോ അല്ലെങ്കിൽ മറ്റ് മാലി മാധവൻ നായരെയൊക്കെ പോലെ അവരുടെയൊക്കെ കഥകൾ, അല്ലെങ്കിൽ തെക്കേമ്പാടി പാറക്കുട്ടിയമ്മ, അങ്ങനെയുള്ള അവരുടെയൊക്കെ ആ എഴുത്തുകളാണ് എന്നെ പുരാണത്തിൽ കൊണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാം, അങ്ങനത്തെ ആധ്യാത്മിക വിഷയങ്ങൾ എഴുതാമെന്ന് വിചാരിച്ചു. അവിടെയും പേടി. കുട്ടികൾക്ക് എഴുതാമെന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ പേടിയായി. കാരണം എൻ്റെ റെസ്പോൺസിബിലിറ്റി വളരെയധികം വർദ്ധിക്കുകയാണ്. തീർച്ചയായിട്ടും റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇട്ടു. അങ്ങനെ 2023 ഗുരുവായൂർ ആറാട്ടിന് ശേഷം, അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയ അവിടെ. ആ 2023 ആറാട്ട് കഴിഞ്ഞ് എനിക്ക് മൂന്നാമതും കോവിഡ് വന്നു. വാക്സിനൊക്കെ എടുത്താണ്, എല്ലാം വന്നുപോയി. എല്ലാം വന്നു. ഒമിക്രോൺ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം വന്ന ഏതോ വകഭേദമായിരുന്നു അത്. ശരീരം വളരെ തകർന്ന് ഒരവസ്ഥയായി. അപ്പോൾ എന്താ വെച്ചാൽ ന്യായമായിട്ടും വീട്ടിൽ എൻ്റെ ഗതിവിഗതികളെ ആരും അങ്ങനെ നിയന്ത്രിക്കാറില്ല, ഞാനും ആരും ഉപദ്രവിക്കാൻ പോകാറില്ല. അപ്പോൾ പക്ഷേ സംഭവം വന്നപ്പോൾ ഞാൻ വല്ലാതെ ഹെൽത്ത് മോശമായപ്പോൾ ഈ എൻ്റെ വയ്യാതെ കിടക്കുന്ന അച്ഛൻ പോലും ദേഷ്യപ്പെട്ടു എൻ്റെ അടുത്ത്. അച്ഛൻ അങ്ങനെ ദേഷ്യപ്പെടാത്ത ആളാണ്. പിന്നെ വീട്ടിലും നാച്ചുറലി ഒരു കൺട്രോൾ വെച്ചു. അതായത് ഈവൻ ഫോണിൻ്റെ ഉപയോഗം പോലും നിയന്ത്രിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. എന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടില്ല, റെസ്റ്റ് എടുത്ത് നല്ലോണം ഹെൽത്തായിട്ട് പോകാമെന്നുള്ളതായിരുന്നു. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് ഞാൻ അതിന് മുന്നേ, ജസ്റ്റ് ഈ സംഭവത്തിന് കുറച്ച് മുന്നേ, അപ്പോൾ അസുഖം വരുന്നതിന് മുന്നേ, ആറാട്ടിന് മുന്നേ ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് അഭേദാനന്ദാശ്രമത്തിൽ ജപയോഗം ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പലരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടൊരു കാര്യം വെച്ചാൽ ധ്യാനത്തിന് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു. എനിക്ക് ധ്യാനം പഠിപ്പിക്കാൻ ഒരു അർഹതയില്ല, കാരണം എനിക്ക് അടങ്ങിയിരിക്കാൻ അറിയാത്ത ആളാണ് ഞാൻ. എൻ്റെ ഉപാസന ഒക്കെ ചലനത്തിലാണ്, അല്ലാണ്ട് നിശ്ചലതയിൽ എനിക്ക് കിട്ടില്ല. എന്നാൽ ധ്യാനം സംഭവിക്കേണ്ടത് വെച്ചാൽ സംഭവിക്കുന്ന ആളാണ്. അത് പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്ക് ഈ പറഞ്ഞ സ്ട്രക്ചറിലുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് ഈ പ്രശ്നം മറികടക്കാൻ വേണ്ടി, അത് എനിക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം മറികടക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ കുറേ വിദ്യകളുണ്ടായിരുന്നു. അപ്പോൾ ആ വിദ്യകളെ എടുത്ത് അതിനെ ഒരു വർക്ക്ഷോപ്പായിട്ട് വേണമെങ്കിൽ ചെയ്യാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ വിചാരിച്ചത് ആ വർഷം മെയ് മാസത്തിൽ ചെയ്യാം. ഫെബ്രുവരിയിലായിരുന്നു ജപയോഗം, മെയ്യിൽ ചെയ്യാമെന്നാണ്. മാർച്ചിലായിരുന്നു ആറാട്ട്, എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ. വയ്യാണ്ടായി. ചുരുക്കി പറഞ്ഞാൽ എൻറ്റയർ ഏപ്രിൽ ഐ വാസ് ലൈക്ക് സ്റ്റക്ക് ദർ അറ്റ് ഹോം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇത് എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് മെയിൽ ഇത് ചെയ്യാനായിട്ടൊരു നോട്ട്സ് എടുക്കുകയെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നോട്ട്സായിട്ട് എഴുതാൻ തുടങ്ങി. എഴുതി വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിനൊരു ലക്ഷണമുണ്ട്. എവിടുന്നോ ഒരു ധൈര്യം വന്നു. പിന്നെ അവിടുന്ന് എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറയണത് പോലെ ഈ 18 ധ്യാനങ്ങളും, അത് 18 എന്നുള്ള നമ്പറൊന്നും ഞാൻ വിചാരിച്ചതല്ല, ഞാൻ എഴുതി. എൻ്റെ ഒരു രീതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഐ യൂസ് ടു ലിവ് ദ സ്റ്റോറീസ് വിച്ച് ഐ യൂസ് ടു റീഡ്. അത് ഭഗവാന്റെ എന്നല്ല, ഏതും. അത് ചരിത്രമാവാം, നാടോടി കഥയാവാം, എന്താവാം. അതിലത്തെ ഒരു കഥാപാത്രം ഞാനാവും. അതിൽ ചിലപ്പോൾ എല്ലാ കഥാപാത്രവും ഞാനാവും. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സിനിമ എഴുതുമ്പോൾ എന്താ, അതിൽ വില്ലനും നായകനും നായികയും സൈഡ് കഥാപാത്രങ്ങളും അവിടുത്തെ സിറ്റുവേഷനും ആ കഥയുടെ സംഭവങ്ങളൊക്കെ എൻവയോൺമെൻറ്റും ഒക്കെ എഴുത്തുകാരൻ തന്നെയാണ്.
അയാൾ തന്നെയാണ് എഴുതുന്നത്. ഇതിൻ്റെ ഒരു ഹയർ ആപ്ലിക്കേഷൻ അല്ലേ ഈശ്വരൻ്റെ പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത്. ഒരു സങ്കല്പം കൊണ്ട് ഈശ്വരൻ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരൻ വിശ്വമായിട്ട് മാറണു എന്നാണ് ധർമ്മം പറയണത്. സെമറ്റിക് സിസ്റ്റങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ സനാതനധർമ്മത്തിൻ്റെ ഒരു സങ്കല്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈശ്വരൻ വിശ്വമായി മാറുകയാണെന്നാണ്. ഈശ്വരൻ ഒരു സ്ഥലത്ത് ബെഞ്ചിട്ടിരുന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കുകയല്ല, സൃഷ്ടിക്കുകയല്ല. ഈശ്വരൻ സ്രഷ്ടാവ് എന്നൊരു സങ്കല്പം, ഈശ്വരൻ വിശ്വമായിട്ട് മാറണം. വിഷ്ണു സഹസ്രനാമം തുടങ്ങണേനാണ് ഓം വിശ്വം. ഓം എന്ന് വെച്ചാൽ രൂപമില്ലാത്തവർ, എല്ലായിടത്തും പെർവേഡ് ചെയ്യണതിന് ഒരു ഡിനോട്ടിങ് സൗണ്ട് കൊടുത്തിരിക്കുന്നു. അത് കാണാവുന്ന പ്രപഞ്ചമായിട്ട് മാറണം. അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഉപചാരമന്ത്രം എടുത്താൽ അതിൽ നമസ്തേ വിശ്വഭാവന എന്ന് വരും. പുരുഷ സൂക്തം എടുത്താൽ പറയും വിശ്വം നാരായണകും ഹരിം എന്ന് പറഞ്ഞിട്ട് അത് വരും. അപ്പോൾ ഇങ്ങനെ എവിടെയും ഈ വിശ്വം എന്നുള്ള പ്രപഞ്ചമാണ് ഈശ്വരൻ്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷനോ ഏറ്റവും വലിയ വിഗ്രഹം. അതിനെങ്ങനെയാണ്, അതിലത്തെ ഓരോ ഇൻസിഡൻറ്റിലും ഈശ്വരനെ കാണാൻ പഠിച്ചാൽ വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇന്ന് ധർമ്മം ഏറ്റവും കൂടുതൽ ഇടിച്ച് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കഥ കേട്ട് നശിച്ചതുകൊണ്ടാണ്. ഞാൻ കഥ കേട്ട് നന്നാവുന്നവരെ കാണുന്നില്ല. കഥകൾ എഴുതപ്പെട്ടത് ആചാര്യന്മാർ എഴുതിയത് നന്നാവാനാണ്, പക്ഷെ കഥയിൽ കുടുങ്ങുകയാണ്. അപ്പോഴാണ് രാധ എറിഞ്ഞ കല്ല് വെച്ചിട്ടുള്ള സ്ഥലം, രാധ ആദ്യം മാവിൽ കയറിയിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ടൂർ കൊണ്ടുപോകണം. ഇവിടെ ഭഗവാൻ മണ്ണ് മാന്തി കളിച്ച സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത്. ഞാനതിനെ കളിയാക്കുകയല്ല. അത് ഒരു പരിധിക്കപ്പുറം പോയിട്ട് വരുമ്പോൾ ആൾക്കാർ അതിൽ കുടുങ്ങണം. മായാ നരസിംഹം എന്നാണ് പറയുക, നരസിംഹത്തിൻ്റെ രൂപത്തിന് മായാനൃസിംഹം, മായാസിംഹം എന്നൊക്കെയാണ് സ്തോത്രങ്ങളിലും മന്ത്രങ്ങളിലും വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് മായാസിംഹം എന്ന് പറഞ്ഞാൽ രൂപം മായയാണ്, ഈശ്വരൻ്റെ ഏത് രൂപം മായയാണ്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ആ കഥയിലുള്ള ചൈതന്യത്തെ നമ്മൾ റീലീവ് ചെയ്യണം, അതിനെ നമ്മൾ സ്വാംശീകരിക്കണം. അപ്പോൾ അതിന് ഉപകരിക്കും ഈ 18 കഥകളെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇതേമാതിരി മഹാദേവൻ്റെ എടുക്കാം, അമ്മയുടെ എടുക്കാം, ഏത് രൂപത്തിൽ വേണമെങ്കിൽ എടുക്കാം. ഇനി വേണമെങ്കിൽ നാടോടി കഥകൾ എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. ഞാനൊരു ടെംപ്ലേറ്റ് ഇട്ട് തരികയാണ്. ഇനിയിപ്പോൾ ഇത് കേൾക്കണ ആൾക്കാർക്ക് വേണമെങ്കിൽ നാളെ പുതിയ പുസ്തകം എഴുതത് വെച്ചിട്ട്. ഇപ്പം ഞാൻ എന്ത് പറയണതും പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഓരോരുത്തരുടെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ അതിലൊന്നും ഒരു പുതുമ തോന്നുന്നില്ല. അപ്പം ഈ കൃഷ്ണൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എപ്പിസോഡുകൾ, അതിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഏറ്റവും മനസ്സിന് ഹൃദയാവർജകമായിട്ട് വളരെ സുഖം തരണത് അങ്ങനെയൊന്നുമല്ല. വയലൻസ് വരുന്നത്, ദുഃഖം വരുന്നത്, എന്തു ഭാവം വരുന്നതിന് ധ്യാനമാക്കുക എന്നുള്ളൊരു വിദ്യ. അപ്പോൾ ആത്യന്തികമായിട്ട് എന്താവും, നമ്മൾ അതായിത്തീരും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് പുസ്തകത്തിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരണം, കാരണം ആ ഒരു ക്രമത്തിൽ അങ്ങനെ വരുള്ളൂ. കാളിയമർദ്ദനത്തിൽ കാളിന്തി നമ്മളാണ്, കാളിന്തിയിൽ വീശിയടിക്കണ വിഷക്കാറ്റ് നമ്മളാണ്, അപ്പോൾ പെയ്യണ മഴ നമ്മളാണ്, ആ കാളിന്തിയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന കടമ്പുമരം നമ്മളാണ്, അതിലേക്ക് കയറുന്ന കൃഷ്ണൻ നമ്മളാണ്, കാളിയനും നമ്മളാണ്, കാളിയൻ്റെ പത്നിമാരും നമ്മളാണ്, അവസാനം കാളിയൻ്റെ മുകളിൽ നൃത്തം ചെയ്യണ ഭഗവാനും നമ്മളാണ്, നൃത്തം നമ്മളാണ്, അതിലത്തെ ആനന്ദം നമ്മളാണെന്നുള്ള അവസ്ഥയിലേക്ക് വരും. ഇങ്ങനെ പടിയായിട്ട് കൊണ്ടുപോകണ ഒരു രീതിയാണ് അതേമാതിരി യുദ്ധം. അർജുനൻ നമ്മളാണ്, രഥം നമ്മളാണ്, കുതിരകൾ ശൈബ്യം ബലാഹ എന്ന് തുടങ്ങിയിട്ടുള്ള കുതിരകൾ നമ്മളാണ്, ഭഗവാൻ നമ്മളാണ്, അപ്പുറത്തെ അമ്പ് കൊണ്ട് മരിക്കണവൻ നമ്മളാണ്, തിരിച്ച് ഭഗവാനെയും അർജുനെയും മുറിവേൽപ്പിക്കുന്നവനും നമ്മളാണ്, പടക്കളം നമ്മളാണ്, കുരുക്ഷേത്രം നമ്മളാണ്, എല്ലാം ഇങ്ങനെ ലിവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഏകീകരണമുണ്ട് മനസ്സിൽ. അല്ലെങ്കിൽ ഇപ്പോൾ വത്സസ്തയം പറയുകയാണെങ്കിൽ ബ്രഹ്മാവ് നമ്മളാണ്. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? കൃഷ്ണൻ ഒരു വർഷക്കാലം ബ്രഹ്മാവ് മറച്ചു വെച്ച് എന്തൊക്കെയുണ്ടോ അതൊക്കെയായിട്ട് ജീവിച്ചു എന്ന് പറയണില്ലേ? ഇത് നമുക്ക് സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ യശോദയും ഭഗവാന്റെയും കാര്യം വരുമ്പോൾ യശോദയും നമ്മളാണ്, ഭഗവാനും നമ്മളാണ്, വിരഹവും നമ്മളാണ്, സ്നേഹവും നമ്മളാണ്, അതായി മാറും. പൂതനാമോക്ഷം വരുമ്പോൾ പൂതനയും നമ്മളാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്നു. അത് ഭഗവാന്റെ അനവധി ഏജുകളിലുള്ള സംഭവം. രാസക്രീഡയും ഇതേപോലെ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത്. രാസക്രീഡ അതിൻ്റെ ഹൈറ്റാണ്. രസം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദമാണ്. അപ്പോൾ ആ ബ്രഹ്മാനന്ദത്തിനെ ഈ ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയുമ്പോഴും കൃഷ്ണമൂർത്തി പറഞ്ഞമാതിരി, ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞമാതിരി അദ്ദേഹം പറഞ്ഞത് നമ്മളൊരു പേരിട്ടൊരു വസ്തുവിനെ വിളിക്കുമ്പോൾ നമ്മളതിനെ ലിമിറ്റ് ചെയ്ത് കളയുക. അതെ, അതിൻ്റെ അനുഭവത്തിനെ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണ എന്ന് വിളിക്കുന്നത് പോലെ ഭഗവാനെ ലിമിറ്റ് ചെയ്യില്ല, പക്ഷെ നിവൃത്തിയില്ല. വി ഹാവ് ടു ഡിനോട്ട്. പക്ഷെ അത് അനുഭവമായി മാറുമ്പോൾ അവിടെ കൃഷ്ണ എന്ന് വിളിക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് വായു വരും. കാരണം വാക്കുകൾ എവിടെ ചെന്ന് തോറ്റു മടങ്ങുന്നോ അവിടെ നീയിരിക്കണമെന്നാണ് വേദം പറഞ്ഞത്. വാക്കിൻ്റെ അപ്പുറത്ത് അതിലേക്കുള്ള ഒരു ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ്. കാരണം ഇറ്റ് ഹാസ് വർക്ക് ഫോർ മീ, നോബഡി ടോട്ട് മീ ദിസ്.
അപ്പോൾ എഴുതിയത് എന്തുകൊണ്ടോ ഗുരുവായൂരപ്പൻ്റെ നിശ്ചയപ്രകാരം ഒരു ഒറിജിനൽ പുസ്തകമായി. അത് ഗീതയെ പിന്തുടരുന്നില്ല, ഭാഗവതത്തിനെ പിന്തുടരുന്നില്ല, ഒന്നുമില്ല. അതിലത്തെ സംഭവങ്ങളെ പിന്തുടരുന്നുണ്ട്. പക്ഷേ സംഭവങ്ങളുടെ എസെൻസിനെ അത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് എഴുതി. ആ പണ്ട് പനി പിടിച്ച് കിടക്കുമ്പോഴാണ്, ചെവിക്ക് ഇംബാലൻസ് ആയിട്ടിരിക്കുമ്പോൾ, വീട്ടിലൊരു മരണം നടന്നിരിക്കുമ്പോഴാണ് ഞാൻ സലാല മൊബൈൽസിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുന്നത്. അതുപോലെ ഒരു മിറക്കിൾ, ഒരു പിറവി. അതും ഇതും തമ്മിൽ എന്താ കമ്പാരിസൺ? അത് മോശം, ഇത് നല്ലതൊന്നുമില്ല. അതും ഈശ്വര സൃഷ്ടി, ഇതും ഈശ്വര സൃഷ്ടി. അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളുകൊണ്ട് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളുകൊണ്ട് എനിക്ക് നല്ലതുണ്ടായി. നല്ലതുണ്ടായി ഇത് ഗേവ് മീ ലോട്ട് ഓഫ് ജോയ്. ആ കുട്ടീനെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വളർന്നു പോകണം വരിക. പിന്നെന്താ വെച്ചാൽ ദെൻ വി വെൻറ്റ് ഇൻ ടു അവർ ഓൺ സെൽഫ് പബ്ലിഷിങ്ങിൽ പോയി. US ഒക്കെ തന്നെ വന്നു, ഇതിൻ്റെ എല്ലാ സ്ഥലത്തും വന്നു. അപ്പോൾ ആ പുസ്തകം എഴുതി വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നല്ല കവർ വേണം. അതിൽ എൻ്റെ പടമൊന്നും വേണ്ട. പലരും പറഞ്ഞു എൻ്റെ പടം വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ അനുഭവം ആൾക്കാർക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അനുഭവത്തെ ഉളവാക്കുന്ന ഒരു കവർ അതിനുണ്ടാവണം എന്നെനിക്കുണ്ടായിരുന്നു. അതെന്തുകൊണ്ടും എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല ആർട്ടിസ്റ്റുകളും ആൾക്കാരും മുണ്ടുമുടുക്കന്മാരായിട്ടുള്ള ആൾക്കാരും പറഞ്ഞു കൊടുത്താൽ വരച്ചിട്ട്. പക്ഷേ ഈ അനുഭവം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക അനുഭവമാണ്. ഈ അനുഭവമുള്ള ആൾക്കാരെ ഇന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നെക്കൊണ്ട് വരച്ചിട്ട് എത്തൂല. അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ അനുഭവം കണ്ടിട്ട് ഒരാൾ എൻ്റെ അനിയത്തിയാണ്, അവളെ കൊണ്ട് വരപ്പിക്കും. പക്ഷേ അവളുടെ അപ്പോഴത്തെ US അവളുടെ തിരക്കുകൾ വെച്ചിട്ട് അവളെ കൊണ്ട് നടക്കില്ല. ഇതൊക്കെ എൻ്റെ ബാക്ക് ആൻഡ് മൈൻഡിലുള്ളത്. ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് എത്തിയതല്ല. ഫസ്റ്റ് തന്നെ എൻ്റെ മനസ്സിൽ കയറി വന്നത് വളരെ എന്താ പറയുക, ശക്തമായിട്ടുള്ള ഉപാസന ചെറുപ്പകാലം തൊട്ടുള്ളൊരു ആർട്ടിസ്റ്റ് എൻ്റെ സുഹൃത്തുണ്ട്, കൃഷ്ണപ്രിയ. അവൾ ഗുജറാത്തിലുള്ള സമയത്ത് അവളുടെ ഹസ്ബൻഡ് ആർമിയിലാണ്. അപ്പോൾ അവർക്ക് നാച്ചുറലി അവർക്ക് നമുക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ആക്സസ് ഉണ്ടാവും അവിടെ. ദ്വാരകയുടെ ഷോഴ്സിൽ നിന്നൊന്നും സീഷെല്ലും സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് വരാൻ പലപ്പോഴും പറ്റില്ല. അതായത് ആക്ച്വൽ സൈറ്റ് ഏരിയ. പക്ഷേ അവർക്ക് ആർമി ഫാമിലീസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിലും കൂടെ ആക്സസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഷീ കുഡ് ട്രാവൽ ഫർദർ ഇൻ ടു ദ റിയൽ ഏരിയാസ്. അപ്പോൾ അന്ന് ആ കുട്ടി കളക്ട് ചെയ്ത മണ്ണ്, ഷെല്ല് ഇതൊക്കെ വെച്ച്, അത് ഭഗവാനിൽ അത്ര ആത്മസമർപ്പണമുള്ള ഒരാളാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ അങ്ങനെ സ്നേഹിക്കുന്നൊരു വ്യക്തി. അപ്പോൾ അവൾ ആ ചൈതന്യം വെച്ചിട്ട് വരച്ച ഒരു ചിത്രമുണ്ട്, ദ ഷോഴ്സ് ഓഫ് ദ്വാരക എന്നും പറഞ്ഞിട്ട്. അതായത് പ്രളയം കഴിഞ്ഞു, ദ്വാരക കടലിൽ പോയി, ഭഗവാൻ ഉപേക്ഷിച്ച ആ ഓടക്കോഴിൽ കടലിൻ്റെ അടിത്തട്ട് കിടക്കുകയാണ്. അതിൻ്റെ ചിത്രമാണ് അവൾ മിക്സഡ് മീഡിയ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ഒരു ഫ്ലൂട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ആ കടലിൻ്റെ ഫ്ലോർ അത് മുഴുവൻ നീല ഛായ ചേർന്നിരിക്കുന്നു. അതിലൊക്കെ ഷെല്ലുകളും പലതും കിടക്കുന്നു. ഇതൊക്കെ ഒറിജിനൽ വെറുതെ എടുത്ത മണ്ണല്ല. ദ്വാരകയുടെ മണ്ണ്, ദ്വാരകയിലെ കക്കകൾ, ദ്വാരകയിലെ കല്ലുകൾ, ഇതൊക്കെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചിത്രം ഒറിജിനൽ ഇറ്റ് ഈസ് വിത്ത് ഹർ. അപ്പം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, മോളെ എനിക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ ഉപയോഗിക്കാൻ തരുമോ ചോദിച്ചു. അവൾ എന്താ ചേർത്തേട്ടാ, സന്തോഷമല്ലേ ഉള്ളൂ എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അതിൻ്റെ ഒരു നല്ല റെസൊല്യൂഷൻ ഉള്ളത് എനിക്ക് എടുത്തു തന്നു. അങ്ങനെ ആ നമ്മൾ പറയില്ലേ, ഞാൻ എഴുതിയിട്ടുള്ളതിൽ എൻ്റേതായിട്ടുള്ള ഭഗവാന്റെ കൊണ്ട് അതിൽ ഉണ്ടായിട്ടുള്ള നന്മകൾക്കപ്പുറം എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ ആ ഒരൊറ്റ കവറിൻ്റെ ഇതുകൊണ്ട് അങ്ങോട്ട് തീർത്തു. അതായിരുന്നു ഭഗവാന്റെ ഒരു ഫൈനൽ ബ്ലെസ്സിങ്. ശരിക്കും ആ കവർ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത കവർ. അത് എനിക്ക് ഡിസൈൻ ചെയ്യാനൊന്നുമില്ല, അതിനെ ഞാൻ വൃത്തിയായിട്ട് അങ്ങോട്ട് വെച്ചു. അതിൻ്റെ ഫസ്റ്റ് ലേഔട്ടും എല്ലാം ഞാൻ തന്നെ ചെയ്യും. US ഫുള്ള് ഞാൻ തന്നെ ചെയ്യും. എനിക്കെന്തോ തോന്നി ഇത് വേറെ ആരെയും ഏൽപ്പിക്കേണ്ട, ഞാൻ തന്നെ ഐ ചോസ് ദ ഫോൺസ്, എല്ലാം പേപ്പറൊക്കെ ഞാനാണ് ചൂസ് ചെയ്തത്. ഇന്ത്യയിൽ പക്ഷേ ഞാൻ പബ്ലിഷ് ചെയ്തത് ഇവിടെ ഡൽഹിയിലത്തെ ഒരു കമ്പനിയായിട്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ ആമസോൺ വഴി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരത് പ്രഗതി മൈതാനിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നപ്പോൾ അവിടെയാണ് ഇന്ത്യ എഡിഷൻ 24 ഫെബ്രുവരിയിൽ. എല്ലാ വർഷവും 1st to 10th പ്രഗതി മൈതാനിലെ വേൾഡ് ബുക്ക് ഫെയർ. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് അവരത് ചെയ്തത്, പബ്ലിഷ് ചെയ്തു. പുസ്തകം പല ആമസോണിലൊക്കെ ഉണ്ട്, മോശമില്ലാത്ത റേറ്റിംഗ് ഉണ്ട് അതിന്, അനവധി പേര്. അത് US മാത്രം, മീൻസ് ഇന്ത്യയുടെ പുറത്തുള്ള ടെറിട്ടറികളെ ഹാർഡ് ബൗണ്ട് എഡിഷനുള്ളൂ. പേപ്പർ ബാക്കും ഹാർഡ് ബൗണ്ടും ഉണ്ട്. നമ്മുടെ അവിടെ പേപ്പർ ബാക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ അത് ബോംബെയിലതൊരു പ്രസ്സിലാണ് അടിക്കുന്നത്, അവർ റിപ്പോയിൻ്റെ പ്രിൻറ്റിങ്ങിലാണ് അടിക്കുന്നത്. അപ്പോൾ വാട്ടെവർ അതിനൊരു വർക്ക് ബുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നത്. അതിന് ഓഡിയോ ബുക്ക് ഉണ്ട്, അത് iTunesലൊക്കെ ഉണ്ട്. അത് ഇവർ ബ്ലൂ റോസ് തന്നെയാണ് പബ്ലിഷ് ചെയ്തത്. അങ്ങനെ ആ പുസ്തകം എന്തുകൊണ്ടോ ബൈ സം റീസൺ ഇന്ത്യ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ കയറി. 24 ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്ത മികച്ച പുസ്തകങ്ങളുടെ
ഒരു ഷോക്കേസ് 25ാമത്തെ ബുക്ക് ഫെയറിലുണ്ടായി. അപ്പോൾ അതിൽ ഈ പുസ്തകം വന്നു. എനിക്ക് തോന്നുന്നത് ആധ്യാത്മിക വിഷയത്തിലുള്ള ഏക പുസ്തകമാണ് ഇത്തവണ കയറിയത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പത്രസമ്മേളനങ്ങൾ, ഇൻട്രാക്ഷൻസ്, മറ്റ് ഓതേഴ്സിൻ്റെ അഭിപ്രായം, അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. ഞാനിപ്പോൾ ഇത്തവണ പോയിരുന്നു അതിന്. ഇതാണ് ഇപ്പോൾ ഈ അതിൻ്റെ കൃഷ്ണദാസ് വിസ്പറിൻ്റെ ഒരു ജേണി. പക്ഷേ അത് ഇതുവരെ ഇംഗ്ലീഷിലേ ഉള്ളൂ ഞാൻ എഴുതിയ ഇത്. ഇപ്പം മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നീരജ ശശിധരനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണത്, ഒരു ബുക്ക് എഡിറ്ററാണ്. അപ്പോൾ അതിൻ്റെ കവറും കാര്യങ്ങളും, കവർ സെയിം കവറാണ്, കവറിന് മാറ്റം വരുത്തുന്നില്ല. മലയാളത്തിലും അത് തന്നെയാണ്. കൃഷ്ണമന്ത്രണം എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. അങ്ങനെ അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പ്രീ പബ്ലിക്കേഷനിലേക്ക് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അതെ, അതുവരെയാണ് അതിൻ്റെ. ഇനി അതിന് വേറൊരു ഇത് കൂടിയുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ്റെ സമർപ്പണങ്ങൾ നടന്ന സ്ഥലങ്ങൾ, അത് വളരെ രസമാണ്. ബദരിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തെലുങ്ക് വെർഷൻ TTDക്ക് കൊടുക്കാനായിട്ട് ഓൾമോസ്റ്റ് അതങ്ങനെ എത്തിയിട്ടുണ്ട്. പിന്നെ തമിഴ് വെർഷൻ ശ്രീരംഗത്ത് അത് രാമാനുജൻ്റെ ശരീരം, ഭൗതിക ശരീരം മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ശ്രീരംഗ ക്ഷേത്രത്തിൽ. വൈകുന്നേരം 7 മണി വരെ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അടക്കി വരും. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ശരീരമുണ്ട് ഇന്നും രാമാനുജൻ്റെ. ഇപ്പോൾ വൈഷ്ണവർക്ക് ശങ്കരനെ പോലെയാണല്ലോ, ആദിശങ്കരനെ പോലെ അത്രയും വലിയൊരു ആചാര്യനല്ലേ, 1200 AD. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയിലെ മടിയിലാ പുസ്തകം കൊണ്ടുവച്ചവർ പറയും. ഞാൻ ആചാര്യസ്വാമികളുടെ പാരമ്പര്യത്തെ പിന്തുടരുന്ന ഒരാളാണ്. ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കടകവിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ അല്ലേ, എതിർക്കപ്പെടുന്ന ഒരു ഫിലോസഫിക്കൽ സിസ്റ്റത്തിൽ, പക്ഷേ ഗുരുനാഥന്മാർക്ക് എന്ത് വേർതിരിവുക എന്നുള്ളത് എനിക്ക് വ്യക്തമാക്കി. എത്ര സ്നേഹത്തോടെയാണ് ആ രാമാനുജാചാര്യരുടെ മടിയിൽ അത് അവിടെ വെക്കപ്പെട്ടതെന്നുള്ളത് മറക്കില്ല. മാത്രമല്ല എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ അന്ന് അത് സമർപ്പിക്കാൻ അവിടെ ചെന്നപ്പോൾ, അഴകിയ മണവാളൻ എന്നാ പറയുക രംഗനാഥസ്വാമിയുടെ ഉത്സവമൂർത്തിയെ, അത് അനവധി ആക്രമണങ്ങൾക്കൊക്കെ അതിജീവിച്ച് ഡൽഹിക്കൊക്കെ കട്ടുകൊണ്ട് പോയി തിരിച്ചു കൊണ്ടുവരല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ പ്രസിദ്ധമായിട്ടുള്ള വിഗ്രഹം. ആ വിഗ്രഹത്തിനെ കുളിപ്പിക്കും. ചക്രവർത്തിയാണെന്നാണ് സങ്കല്പം. അപ്പോൾ ഇളം ചൂടുവെള്ളത്തിലേ കുളിപ്പിക്കുള്ളൂ. ചൂടൊക്കെ നോക്കിയിട്ടേ ബേത്തൊഴിക്കുള്ളൂ. ഭഗവാനെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, ഭഗവാൻ അസുഖം വരും എന്നാണ് സങ്കല്പം. ചക്രവർത്തിയാണ്, ചക്രവർത്തിമാർക്കൊക്കെ സുഖമാണല്ലോ വേണ്ടത്. അദ്ദേഹത്തിൻ്റെ കുളി ഓരോ ദിവസം ഓരോ മണ്ഡപത്തിലാണ്. അർജുന മണ്ഡപം, ശന്തനു മണ്ഡപം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശന്തനു മണ്ഡപത്തിലെ കുളിയുടെ സമയത്താണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദ്രവ്യങ്ങൾ ഇങ്ങനെ അടിമകളെ മാതിരി തലയിൽ വെച്ച് കൊണ്ടുവന്ന് ചക്രവർത്തിയുടെ മുന്നിൽ വെക്കണ മാതിരി ആയിൻട്രേന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടാണ് വയ്ക്കുക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കിരുന്ന് കാണാം. ഇത് കഴിഞ്ഞാൽ ഭഗവാൻ കുളിച്ച നനഞ്ഞ വസ്ത്രത്തിനെ 2 വസ്ത്രം ഉണ്ടാവും. അതിൽ ഒരു വസ്ത്രം പിഴിഞ്ഞിട്ട് ഈ നമ്മാഴ്വാരുടെ പ്രതിനിധിയായിട്ട് ഒരു ആഴ്വാർ നിന്നിട്ട് ഈ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ തലയില കെട്ടിക്കൊടുക്കുക. മറ്റത് അവർക്ക് ബഹുമതി കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് ഒരാൾക്ക്. എന്തുകൊണ്ടോ അന്ന് എന്നെ വിളിച്ച് എൻ്റെ തലയിൽ ഉഭയം കെട്ടുക പറയും. അത് ഭഗവാൻ കുളിച്ച ജലത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പിഴിഞ്ഞിട്ട് അതങ്ങോട്ട് കെട്ടി തന്നു തലയിൽ. അത് കെട്ടിയിട്ട് ഇരുന്നിട്ട് ഞാൻ ബാക്കി മുഴുവൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ പിന്നെയുള്ള വേഷഭൂഷകൾ അണിയണത് മുഴുവൻ ഇരുന്നിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ രാമാനുജാചാര്യർ അവിടെ കൊണ്ടുപോയത്. അതെനിക്കൊരു വളരെ ഇലക്ട്രിഫൈങ് അനുഭവമായിരുന്നു. ഭഗവാൻ അത് സ്വീകരിച്ചു എന്നുള്ള. അതുപോലെ തന്നെ എനിക്കത് ഔദ്യോഗികമായിട്ട് വരെ എനിക്കത് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കൊരു പബ്ലിക് ഫോറത്തിൽ പറയാൻ പറ്റില്ല. ആ ഒരൊറ്റ പുസ്തകം കണ്ടുകൊണ്ട് മാത്രം എനിക്കൊരു അനുമതി വന്നു. അങ്ങനെ അനുഭവങ്ങളുണ്ട്. അതുപോലെ തിരുപ്പതിയിലും ഭഗവാനെ കുലശേഖരപ്പടി വരെ പോയിട്ട് കണ്ട് എനിക്കത് കൊടുക്കാൻ സാധിച്ചു. ഉള്ളിലേക്ക് വെച്ചു. ഗുരുവായൂരും ഞാൻ ഭഗവാന് സമർപ്പിച്ചു. അങ്ങനെ ഈ ബദരിയിൽ ഞാൻ ചെയ്തു, സമർപ്പിച്ചു. മള്ളിയൂർ ഞാൻ സമർപ്പിച്ചു. അപ്പോൾ എനിക്ക് അതെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അത് ഭഗവാന്റെ പുസ്തകമാണ് എന്നുള്ള ഭാവനയാണ് ഞാൻ കൊണ്ടു നടന്നിട്ടുള്ളത്. അത് ഇന്നും അത് തെളിയിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് അനുഭവത്തിൽ. അതൊന്ന് പറയണം തോന്നി പെട്ടെന്ന് ഇടയിൽ. ചില സ്ഥലത്തിനോ അല്ലെങ്കിൽ ആ ഒരു കടമ്പ് മരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ അതിൽ ഉടക്കിക്കെടുക്കാതെ എപ്പോഴും നമ്മൾ അനുഭവമാണ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് വരുന്ന മെസ്സേജ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ അനുഭവം കേട്ട് കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് വിതുമ്പൽ വരുന്നത്. അപ്പം അത് ഭഗവാനോട് ഏറ്റവും കൂടുതൽ കണക്റ്റായി പെടുമ്പോഴാണ്. അവിടെയാണ് ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഹൃദയദ്രവീകരണം എന്ന് പറയുമല്ലോ, മനസ്സങ്ങോട്ട് ഹൃദയം കൂടെ ഉരുകയാണ്. അവിടെ പേരില്ല, അല്ലെങ്കിൽ സ്ഥലമില്ല, ഒന്നുമില്ല. അത് ചില സ്ഥലങ്ങൾ അത് ചില സ്ഥലങ്ങളിൽ അവിടെ എത്തിപ്പെട്ടാൽ ഞാൻ വളരെ ഞാൻ അന്ന് പറഞ്ഞ പോലെ വളരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ വൃന്ദാവനിൽ എത്തുമ്പോൾ ഇതേപോലെ എനിക്ക് മോജി ചേച്ചിയുടെ ഒപ്പമാണ് വൃന്ദാവനിൽ ഞാൻ പോയത്. 4 തവണ പോകാനുള്ള അനുഭവം ഉണ്ടായി. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ആദ്യം പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളെ കണ്ണ് നിറഞ്ഞു. എന്തിനാണെന്ന് അറിയുന്നത് നമുക്കറിയില്ല. അറിയില്ല സത്യം. അതൊരു വലിയൊരു അനുഭവമാണ്. അപ്പം
ഇപ്പോൾ ഈ ബുക്ക് ഇനി മലയാളത്തിലേക്ക് വരുമ്പോൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ്, കാരണം അത് ആവശ്യമാണ്. കാരണം എപ്പോഴും മനുഷ്യന് വേണ്ടത് സ്വാസ്ഥ്യമാണ്. എൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഞാനത് എഴുതിയത് ഒറിജിനൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നുകൊണ്ട് അതെ, മലയാളത്തിൽ എനിക്കത് മലയാളത്തിലാകുമ്പോൾ എത്രമാത്രം ആ എഴുതിയതിൻ്റെ ഫീല് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനത് മലയാളത്തിൽ എഴുതിയിരുന്നെങ്കിൽ അത് അവിടെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ പ്രഭാഷണങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതുമാതിരി ആവില്ല. അത് ഓരോ ഭാഷയുടെ വിഷയമുണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ പക്ഷെ ആ വിസ്പറായിട്ട് ഇരിക്കട്ടെ, അത് അങ്ങനെ തന്നെ അതെ, ആവട്ടെ. ആ മന്ത്രണം ഉള്ളതാണ് അത്. അതെ, അങ്ങനെയാണ്. അടുത്ത് നമുക്ക് എന്താ പറയുക, വൃന്ദാവനം പറഞ്ഞപ്പോൾ അതെ, ഇന്ന് ഇപ്പോൾ വൃന്ദാവനത്ത് പോയ ഒരു അനുഭവം എന്നെ വിളിച്ചിരുന്നല്ലോ. അപ്പോൾ അതെ, അത് ഈ ഡൽഹിയിൽ ഞാൻ അതെ ഈ ഇതിന് പോയല്ലോ, നമ്മൾ ഈ കൃഷ്ണാസ് വിസ്പറിൻ്റെ ഈ ഹോൾ ഓഫ് ഫെയിമിന് പോയപ്പോൾ, അപ്പോൾ എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റാണ്. തെക്കൻ കേരളത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. കിരൺ ഭട്ടതിരി എന്ന് പറയും. അദ്ദേഹം അവിടുത്തെ ആധ്യാത്മിക മേഖലയിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ്. വളരെ അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹം. സത്യം പറഞ്ഞാൽ എന്നെ ഡൽഹി ഓഡിയൻസിലേക്ക് പിടിച്ചു കൊണ്ടുപോയത് കിരണാണെന്ന് തന്നെ പറയാം. കിരണിൻ്റെ ഉത്സാഹത്തിലാണ് ഇപ്പോൾ കാബൂളിലെ അയ്യപ്പൻ അമ്പലത്തിലാണെങ്കിലും പുഷ്പവിഹാറിലാണെങ്കിലും ഒക്കെ എൻ്റെ പ്രഭാഷണങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഭൂതനാഥോഖ്യാനം വരുന്നുണ്ട് 10 ദിവസം 8 ദിവസത്തെ. അയ്യപ്പൻ്റെ ചരിത്രത്തിൻ്റെ ഒരു സംസ്കൃത മൂലഗ്രന്ഥമാണ് ശരിക്കും. അപ്പോൾ കിരൺ അദ്ദേഹം എൻ്റെ അടുത്ത് ഈ പ്രോഗ്രാം എപ്പോഴാണ് കഴിയുക ശരജിയുടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പത്രസമ്മേളനം 1:30 തൊട്ടിട്ടാണ് പറഞ്ഞിരുന്നു. 1:30 തൊട്ടിട്ട് 2:30 വരെയോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലം വരെ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ ഇത് കഴിഞ്ഞു വന്നു. പ്രഗതിവേദ എന്ന് പറഞ്ഞൊരു കൂറ്റ സ്ഥലമാണല്ലോ. ഭാരത് മണ്ഡപം വലിയ ഒരു ഗേറ്റിൽ വന്നപ്പോൾ പുറത്തേക്ക് കിടക്കാൻ സമ്മതിക്കുന്നില്ല അവർ. അപ്പോൾ ഞാൻ പിന്നെയും കറങ്ങി ലോകം മുഴുവൻ കറങ്ങി അവസാനം എങ്ങനെയൊക്കെ പുറത്തെത്തി അദ്ദേഹം എന്നെ കാറ് കയറ്റി പോവാണ്. അങ്ങനെ പോവാൻ നോയിഡ കടക്കുക. ഈ വണ്ടി നിർത്തുന്നത് എവിടേക്കാ ഒക്കെ ഉണ്ട്, വൃന്ദാവനത്തേക്ക് പോവുക. പിന്നെ ഹൈവേയിൽ കയറിയിട്ടുണ്ടാവും. ഇങ്ങനൊരു വൃന്ദാവനം പോക്ക് ഞാൻ പ്ലാൻ ചെയ്തില്ല. കാരണം ഞാൻ വൃന്ദാവനം പോയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വൃന്ദാവനം പോകണം. ഞാൻ അങ്ങനെ ഇന്ന സ്ഥലത്ത് പോകണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം എവിടെ ഇരുന്നാലും ഭഗവാനെ കിട്ടുക എന്നുള്ളതിലാണ് പണ്ടും കുട്ടിക്കാലത്തും ഉള്ളൊരു ഇത്. അതുകൊണ്ടാണ് ഞാൻ പണ്ട് പറയില്ലേ, പബ്ബിൽ ഡിസ്കിൽ പോയിരുന്നിട്ട് ഞാൻ ധ്യാനിച്ചിരുന്നു. അപ്പം ഈ യാത്ര അപ്പോഴും സന്തോഷം. അപ്പോൾ എന്താ പോകുന്ന വഴിക്ക് മുഴുവൻ കൃഷിയിടങ്ങൾ, അവിടുത്തെ ഓരോ കൃഷി എന്തായിരിക്കും, ഇതൊക്കെ ചിന്തിച്ചിട്ടും ഒക്കെയാണ് പോണത്. അപ്പോൾ അങ്ങനെ വൃന്ദാവനത്തിനോട് അടുക്കുമ്പോഴേക്ക് സന്ധ്യാവാറായി. ഭയങ്കര ഡസ്റ്റിയാണ് വൃന്ദാവനം, പൊടി ഭയങ്കരമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാറ്റൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. അങ്ങനെ ഞങ്ങൾ മൂപ്പര് വളരെ കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഇന്ന സ്ഥലത്താണ് പാർക്ക് ചെയ്യാറ്, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഫെമിലിയറായിട്ട്. അങ്ങനെ അദ്ദേഹം വളരെ കാര്യമായിട്ട് ഇങ്ങനെ ഓടിച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ഭഗവാൻ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതും മൂപ്പരെ പൊളിക്കും. കറക്റ്റ് ഒരു തട്ടിച്ചിട്ടൊരു പോലീസുകാരൻ ലാട്ടി ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ തടഞ്ഞു റോഡ്. അതിൻ്റെ അപ്പുറത്ത് ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്, ഈ വഴി പോകാൻ പറ്റില്ല എന്ന്. അതോടുകൂടി കിരണിൻ്റെ എല്ലാ പ്ലാനുകളും തകർന്നു. കോൺഫിഡൻസ് പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, അതിലേക്ക് കയറ്റിയിട്ടോടുക, അവിടുന്ന് എങ്ങനെയാണ് വെച്ചാൽ പൊക്കോളാൻ. അപ്പോൾ മറ്റേ ടുക്ടുക്കാണുള്ളത്, നെഗോസിയേഷൻ ഇല്ല. ചീത്ത പറയാനോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മൂപ്പര് വക്കീൽ കാർഡൊക്കെ എടുത്ത് കാണിച്ചു. ഞാൻ വക്കീലാണ്, നിങ്ങൾ വക്കീലായതുകൊണ്ട് എന്താ നിങ്ങളിവിടെ വണ്ടി ഇട്ടിട്ട് പുറത്ത് പോക്കോളെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പാർക്കിങ്ങിന് അപ്പോഴേക്ക് ഇരുട്ടായി. പാർക്കിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ടുക്ടുക്കിൻ്റെ കയറാതെ തന്നെ ആൾക്കാരുടെ ഇടിയാ. അതായത് പുറത്താണ് ടുക്ടുക്ക് കിടക്കണത്. ടുക്ടുക്ക് വെച്ചാൽ മറ്റേ ഇലക്ട്രിക് ആയിട്ട് അവിടെ ഭയങ്കര ബഹളം. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര ഇതെന്താ ആദ്യമായിട്ട് വരികയാണ്, എന്താ ഉണ്ണീത് ഇങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുമല്ലോ. ഭഗവാന്റെ അടുത്ത് പറഞ്ഞ് അകത്ത് കയറിയപ്പോൾ പാർക്കിംഗ് ടിക്കറ്റ് കൊടുക്കണമല്ല, ഏതോ ഒരുത്തൻ അപ്പുറത്ത്, അവൻ ഹിന്ദിയിലാണ് പറഞ്ഞത് ഇയാളോട്, കുറച്ച് അപ്പുറത്ത് 2 കാറിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, അവിടെ കയറ്റിയിട്ടോ ആൾ പറഞ്ഞു. അവൻ പോയി. അപ്പോഴേക്കും ടിക്കറ്റ് കൊടുക്കണം പറഞ്ഞു. ഇതെന്ത് ഇവിടെ കയറ്റിയത്, ഇവിടെ സ്ഥലമൊന്നും ഇല്ല എന്നവൻ. അപ്പോൾ ഇയാൾ പറഞ്ഞു അല്ല ഇതിനായിട്ട് 2 ഇതിൻ്റെ അപ്പുറത്ത് വണ്ടിയിൽ സ്ഥലം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇയാൾ പോയി നോക്കിയിട്ട് വന്നിട്ട് ഉണ്ട് സ്ഥലമുണ്ട്, എന്നാ കയറിക്കോ. ആദ്യം പറഞ്ഞ ആൾ അവിടെ അവൻ പോയി. അവൻ എനിക്ക് വേണം ചിലപ്പോൾ പാർക്ക് ചെയ്യാൻ വന്നതായിരിക്കാം, അവൻ പോയി. എന്തായാലും ഭഗവാന്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു കൊടുക്കുന്നത്. ഞങ്ങളവിടെ കൊണ്ടേ വണ്ടി ഇട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സാധാരണ ഞാൻ കുറച്ച് ഡ്യൂ ഡിലിജൻസ് ഉള്ള ഒരാളാണ്. ആ സ്ഥലത്തിന് ഞാൻ മാർക്ക് ചെയ്യും, മാപ്പിലെങ്കിലും ഞാൻ മാർക്ക് ചെയ്യും. കാരണം ഇത് കഴിഞ്ഞിട്ട് തിരിച്ചും കിടത്തണ്ടേ. തീർച്ചയായിട്ടും ഈ പാർക്കിംഗ് വൃന്ദാവനത്തിൽ എവിടെയാണെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. സുഹൃത്തിനും അറിയില്ല, പുള്ളി അത് ചിന്തിക്കുന്നില്ല, ഞാനും ചിന്തിക്കുന്നില്ല.
ഞാൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി, പുള്ളി ലോക്ക് ചെയ്ത് പുറത്തേക്ക്. അപ്പോൾ ബാഗ് എടുക്കണോ, ബാഗ് അതിൻ്റെ അടിയിലേക്ക് വെച്ചു, പേഴ്സും സാധനങ്ങളും എടുത്ത് ഞാൻ പുറത്ത് ഇറങ്ങി വിടുന്നുണ്ട്. ഒരു ടുക്ക് വന്നിട്ട് നേരെ അവിടെ വന്ന് നിന്നു. ഒരു സാധനം ടുക്കിന് ഉള്ളിൽ കയറ്റില്ല. ഇതേ അനുഭവമാണ് പിന്നീട് ഒരു മാസത്തിന് ശേഷം കുംഭമേള അവിടെ എനിക്ക് ഉണ്ടാവണത്, ബൈക്ക് വെച്ചിട്ട് പ്രയാഗിൽ. അതിൻ്റെ പ്രേമൻ അറിയണ കഥയാണ്. അപ്പോൾ അവൻ വന്ന് നിന്നു, അജയ്യേ ഞാൻ വിളിക്കണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഈ പോലീസുകാർ പുറത്ത് അവർ ഈ ടുക്കിനെ പാർക്കിങ്ങിൻ്റെ ഉള്ളിലേക്ക് വിടില്ല, അത് ബൈക്കിന് മുകളിലുള്ള അവർ വിടില്ല. ഇവൻ വന്നിട്ട് അവിടെ നിന്ന് നമ്മളെ പിക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കയറി, എത്ര 300 രൂപ കൊണ്ടുവിടാം, ബാങ്കെ ബിഹാരി കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് ഇവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വൺ വേ ആണ്, അവൻ പോണത് എതിരെയാണ്, വൺ വേയുടെ എതിരെ കംപ്ലീറ്റ് ഇരുട്ടുമാണ്, പൊടിയാണ്, അതിൽ കാരണം ലൈറ്റുകൾ ഇങ്ങനെ അടിക്കണു. നമ്മളെ ടുക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളി നമ്മൾ എക്സ്പോസ്ഡ് ആണല്ലോ, പൊടി. ഭാഗ്യത്തിന് മാസ്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇവൻ പോകുന്നത്, ഇവൻ സൈഡിൽ കൂടി വരുന്ന ആൾക്കാരെ നെഞ്ഞത്ത് കൂടെ കയറ്റി കൊണ്ടുപോകണ വഴിയാണ് ഇവൻ വണ്ടി കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്ക് ഇടയ്ക്ക് മുന്നിൽ ഒരു കാറിൻ്റെ മുന്നിൽ ചാടും, അവർ ചീത്ത വിളിക്കുമ്പോൾ അവൻ ചിരിക്കുക, ഹാ 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 എന്നൊക്കെ പറഞ്ഞിരിക്കുക. അവന് ഭയങ്കര ഹാപ്പി. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവൻ്റെ ഒരു കുടുമയുണ്ട്, ചെറിയ ഒരു സ്ട്രാൻഡ് ഓഫ് കുടുമയുണ്ട്. അപ്പം ഞാൻ, കാരണം ഇപ്പം നോർത്തിലൊക്കെ നമ്മുടെ അവിടെയല്ലേ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഭീകരജീവിയുമായി, അവിടെ പട്ടിണി കിടന്നിട്ടും വണ്ടി ഓടിച്ചിട്ടൊക്കെയാണ് ബ്രാഹ്മണൻ ജീവിക്കണത്. അപ്പോൾ ഈ കഷ്ടപ്പെട്ട് ഈവൻ അവസാനം ഇതിൻ്റെ ഒരു ഏരിയയിലേക്ക് കയറിയപ്പോൾ കിരൺ പറഞ്ഞു, ഇപ്പോഴാണ് ഒന്ന് ശ്വാസം വീണ്, കാരണം ഇത് അമ്പലത്തേക്ക് പോണ വഴിയാണ്, എനിക്കറിയാം. അപ്പോൾ പിന്നെ ചില ധാമുകൾ, ഗോശാലകൾ ഇതൊക്കെ കടന്ന് ഇങ്ങനെ പോയി പിന്നെ ഇടുക്കി വഴികളിൽ കയറി, ഇവൻ ഏതിൻ്റെയൊക്കെ ഉള്ളിൽ കയറി അവസാനം ഒരു ഗേറ്റിൻ്റെ അവിടെ ഇതുവരെ പോകുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ നടന്നു, ഇത് കയറി അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അമ്പലമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നല്ല ജനത്തിരക്കുള്ള വീതി, നമ്മൾ ഹരിദ്വാറിലൊക്കെ കാണുന്നതായിട്ടുള്ള വളരെ കൺജസ്റ്റഡ് സ്ട്രീറ്റുകളാണ്. നല്ല ആക്ച്വലി ആ സമയം ഭയങ്കര തിരക്ക് സമയമാണ്, ഭയങ്കര തിരക്കാണ്. അവിടേക്ക് കയറുമ്പോഴാണ് മനസ്സിലായി, ആൾക്കാർ മൊത്തം കളറൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇന്നിപ്പോൾ ഹോളിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. അന്ന് മേത്തൊക്കെ ഞാൻ ഹോളി വരണത് മാർച്ചിലല്ലേ, ഇന്നിപ്പോൾ മാർച്ച് 14, അന്ന് ഹോളിയാണ്. പക്ഷെ അന്ന് മാർച്ചിൽ, ഇത് ഞാൻ പറയുന്നത് ഫെബ്രുവരി 1 ആയിരുന്നു. അതെ, ഫെബ്രുവരി 1, അതെ ഫെബ്രുവരി 1 എൻ്റെ ഓർമ്മ, 1 or 2 പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഇവർ മുഴുവൻ കളറായിട്ട് ആൾക്കാർ പുറത്തേക്ക് വരണം. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല, നല്ല തിരക്കും. അങ്ങോട്ട് നടക്കുക. അപ്പോൾ ഒരു സൈഡിലൊരു സ്വീറ്റ് കടയുണ്ട്. അയാൾ പറഞ്ഞു, ചെരുപ്പ് ഇവിടെ വെച്ചാൽ സാധനം മേടിക്കുക, നമ്മൾ പോകുക. അവർ സ്ഥിരം മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, ചെറിയൊരു ലഡുവിൻ്റെ ഒരു ഇത് മേടിച്ചു, ചെരുപ്പ് അവിടെ വെച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറൊക്കെ ക്രോസ് കെട്ടിയിരിക്കുക. അവിടെ ഒരാൾ നിന്നിട്ട് അങ്ങോട്ട് ആൾക്കാർ കടക്കാതെ ഇങ്ങോട്ട് മാത്രം വിട്ടുകൊണ്ടിരിക്കുക. കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ടാ വരാൻ പറ്റുന്നത്. ഞങ്ങൾ അവിടെ കറക്റ്റ് എത്തിയ ഉടനെ ഇയാൾ ആരോ വിളിച്ചിട്ട് അവിടുന്ന് പോയി. കിരൺ ഉടനെ കയറ് പൊക്കി ഞങ്ങൾ കടന്ന് നേരെ ഓപ്പോസിറ്റ് കയറി, കറക്റ്റ് ബാങ്കെ ബിഹാരിയുടെ ഉള്ളിലേക്കുള്ള വഴി, അത് ആൾക്കാർ ഇറങ്ങുന്ന വഴിയിൽ ഞങ്ങൾ കയറി. അപ്പോൾ അവർ അടുത്ത ബാച്ച് വിടുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എവിടുന്നാണ് വന്നതെന്ന് ഒന്നും ആരും ചോദിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രം, പ്രത്യേകിച്ചൊരു തിരക്കുമില്ലാണ്ട് ഈ ഇറങ്ങണ വഴിക്ക് അങ്ങോട്ട് കയറി ഉള്ളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ജനക്കടലാണ്. അപ്പം ഞാൻ ആ സമയത്ത് പുറത്ത്, ആദ്യം ഞാൻ ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഇവനോട് ചോദിച്ചു, നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ, എനിക്ക് പേടിയുണ്ട്, ഇതിന്ന് എങ്ങനെ ഞാൻ പുറത്ത് കിടക്കുക. എൻ്റെ ഉള്ളിൽ തോന്നുകയാണ് ഇത് അപകടമാവും, ഇവനെ തന്നെ നിർത്തുകയാണ് നല്ലത്, പൈസ കൊടുക്കുമ്പോൾ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോകണം, വണ്ടി എടുത്തു. പിന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ പോയതും ഈ കടയിൽ ഷൂസ് വെച്ചോ കയറിയതും. ഇത് നമ്മളിങ്ങനെ ഈ ഉള്ളിൽ കയറുമ്പോൾ കാണില്ലേ, അതിൻ്റെ ഉള്ളൊരു വലിയ ഹോളാണല്ലോ, ഫുള്ള് ഭഗവാൻ ഇങ്ങനെ കുളിച്ച് നിൽക്കുക കളറിൽ. മൂപ്പര് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കണം. ഒരു ചെറിയ 2 പിള്ളേർ വാരണവരുടെ മേലേക്കൊക്കെ കളറടിക്കുന്നുണ്ട്. അന്ന് വസന്ത പഞ്ചമിയാണ്. ഇതറിയില്ലായിരുന്നു. ഭഗവാൻ ഹോളി കളിക്കുകയാണ്, ഭഗവാൻ കളറിൽ കുളിച്ച് നിൽക്കുക, സകലോരും കളറിൽ കുളിച്ച് നിൽക്കുക. എനിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ഞാൻ ഇട്ടിട്ടുള്ള തണുപ്പ് കാലമാണ്, എൻ്റെ ഈ കോട്ടേ ഉള്ളൂ. എനിക്കീ ഹോട്ടലിൽ പോയിട്ട് തിരുമ്പാൻ പോലും നേരം കിട്ടില്ല. ഞാൻ വിചാരിച്ചു ഗുരുവായൂരപ്പോൾ പണിയായല്ലോ, ഇതിപ്പോൾ കളറിൽ മുങ്ങിയിട്ട് ഇവിടുന്ന് പുറത്ത് കിടക്കുള്ളൂ. യു വോണ്ട് ബിലീവ്, ഞാൻ അവിടെ നിന്ന് അത്രയും നേരം ഒരു തരി കളർ എൻ്റെ മേലെ വീണില്ല. ഞാൻ ഇദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സ്വാമിയുടെ അടുത്തേക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നോണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീകോവിലിന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ശ്രീകോവിലിൻ്റെ തൊട്ടടുത്ത് ചെന്ന് വന്നു. ഭഗവാൻ ആ വാതിലിൻ്റെ അവിടെ നിന്നിട്ടാണ് ഭഗവാനെ തൊഴുതത്, ഭാഗ്യവിഹാരി. അധികം നേരം നമ്മൾ നോക്കാൻ പാടില്ല, മൂപ്പര് നോക്കാൻ പാടില്ല, കൂടെ വരുന്നവർ. ത്രിഭംഗി ലളിതാകൃതി എന്ന് പറയും കൃഷ്ണൻ, 3 വളവാണ്. കാരണം ഗോപാലസുന്ദരി സങ്കല്പം പോലെയാണ്, രാധയോടുകൂടി ചേർന്ന് നിൽക്കുന്ന കൃഷ്ണ. ഫെമിനിൻ പ്രിൻസിപ്പിളും ഉണ്ട്, മെയിൽ പ്രിൻസിപ്പിളും ഉണ്ട്. അതുകൊണ്ട് പവർ കൂടും. ചിന്താമണി, അർദ്ധനാരീശ്വരൻ, ഗോപാലസുന്ദരി, ലക്ഷ്മീനാരായണൻ, ഭാഗ്യ ബിഹാരി, ഇതൊക്കെ ഒരൊറ്റ സങ്കല്പമാണ്. അതായത് ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. സ്കൂൾസേ ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ട് പവർ ഭയങ്കര ഭാഗ്യ ബിഹാരി. ഗുരുവായൂരപ്പനുമായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ളൊരു മൂർത്തി സ്വഭാവത്തിൽ ഭാഗ്യ ബിഹാരി.
ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അപ്പം അടയ്ക്കുമല്ലോ അത്. അത് ഇടയ്ക്കിടയ്ക്ക് അവർ അടച്ചു തുറച്ചു. എന്താ വെച്ചാൽ മൂപ്പരെ അങ്ങനെ കാണരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൂടെ പോരുന്നതാണ്, വിളിച്ചാൽ കൂടെ പോരും. അപ്പോൾ കൊണ്ടുവന്നാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. അതെ, അതുകൊണ്ട് ചുമ്മാ വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ അത്ര അടുത്ത് നിന്നിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ അവിടുന്ന് ഒന്ന് കണ്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും ഈ ചെറിയ പയ്യൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പീച്ചാങ്കോളും കൊണ്ട് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടാമതായിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ കളറല്ലേ, ഓക്കെ ഓക്കെ എന്നിട്ട് അവൻ പോയി കളർ കൊണ്ട് വരിക. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ പയ്യൻ ഇവൻ പറഞ്ഞ അത്രയും മറ്റേ കുറച്ചുകൂടെ വികൃതി, അവൻ എന്തായാലും എൻ്റെ മേലേക്ക് ഇത് അടിക്കും എന്ന് വിചാരിച്ച് ഞാൻ വേഗം ഊരാൻ നിൽക്കുമ്പോഴേ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ജൽദി ഹേ, ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, നിന്ന് തൊഴുന്ന് എൻ്റെ അടുത്ത്. അതായത് അവിടെ നിന്ന് വിടാതെ പിടിച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നിന്ന് കിരൺജി അപ്പോഴേക്കും മൂപ്പര് കുറേ കഷ്ടപ്പെട്ട് അപ്പുറത്ത് തൊഴുത് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. ഞങ്ങൾക്ക് നിറയെ പ്രസാദങ്ങൾ കിട്ടി. ഭഗവാൻ അപ്പം നേദിച്ച ഭോഗ്, ഒരു പാൽപ്പായസം പോലെ ഒരു കട്ടിയിട്ടൊരു അതും തന്നു. അതും പിടിച്ച് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വീണ്ടും അവിടെ ഫുള്ള് ഭഗവാന് ബലൂണുകളും ഈ കൃഷ്ണൻ്റെ ബലൂൺ, ഇൻഫ്ലേറ്റഡ് ബലൂണൊക്കെ ഇല്ലേ, ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ, ഹെലികോപ്റ്റർ, ഇങ്ങനത്തെ പല സാധനങ്ങൾ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ഭഗവാന് കളിക്കാനുള്ള സാധനങ്ങൾ. ആൾക്കാരിങ്ങനെ കളറിൽ ആറാടുക. പുറത്ത് വന്ന് ഞങ്ങൾ ഈ ഷൂസ് വെച്ച കട എനിക്ക് ഏകദേശം ഒരു ഓർമ്മയുണ്ട്. അത് പിടിച്ചു അവിടെ ചെന്നു, ഷൂസ് എടുത്തു, അവന് പൈസ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ഈ കടക്കിൻ്റെ വഴി, ഞങ്ങൾ വന്ന വഴി ഏകദേശം കിരൺ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. കിരൺ പറഞ്ഞു എൻ്റെ അടുത്ത്, നമുക്ക് ഈ വഴിയാണ് നമ്മൾ വന്നത്, ഒരു വളവുണ്ട്, ആ വഴിയാണ് വന്നത്. അവൻ വണ്ടി ഇറങ്ങിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കെന്തോ മനസ്സിൽ തോന്നി ആ വഴി പോകണ്ട, ഈ ഇങ്ങോട്ട് തിരിയണ വഴി കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇതിലേ പോകാം, ചിലപ്പോൾ ഇതിലേ. അപ്പോൾ ഇതന്നെയാണോ നമ്മൾ വന്നത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ഇതിലേ പോകാം എന്നുള്ള ഒരൊറ്റതിൽ ഞാൻ അങ്ങനെ നടന്നു. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വൃന്ദാവനത്തിൽ ധാരാളം വിധവകൾ ഉണ്ടാവുമല്ലോ, അമ്മമാർ. അവർ വന്നിട്ട് ഇങ്ങനെ പൈസ ചോദിക്കും ചിലർ. അപ്പോൾ ചിലർക്കൊക്കെ നമുക്ക് ചെയ്യാവുന്നതൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നടക്കുക. പക്ഷേ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിക്കുക, കിരൺ നിങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്ത സ്ഥലം ഓർമ്മയുണ്ടോ? അപ്പോൾ ഇല്ല. അത് ഈ പാർക്കിങ് എവിടെയാ? സ്ഥലം പോലും അറിയില്ല ആ സ്ഥലം. അപ്പോൾ സ്ലിപ്പ് ഉണ്ടോ ചോദിച്ചു. സ്ലിപ്പ് തപ്പി നോക്കുകയാണ്, തപ്പിട് സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ അപ്പം കിട്ടണ്ടേ. ആ ടെൻഷൻ, ഈ ഭഗവാൻ എപ്പോഴും ഈ സസ്പെൻസ് ഉണ്ടാക്കൽ ഭയങ്കരമാണല്ലോ. അങ്ങനെ പുറത്തു വന്നു, കുറച്ചുകൂടെ നടക്കുക. അപ്പം ഇങ്ങനെ ആളൊഴിഞ്ഞ് വരികയാണ്. സ്ട്രീറ്റിൻ്റെ കടകളുടെ ഭാഗം ഇച്ചിരി ഇരുണ്ടൊരു ഏരിയ, ചാലൊക്കെ ഇങ്ങനെ വളരെ മലിനജലമൊക്കെ ഒഴുകുണ്ടൊരു. അവിടെ ഇങ്ങോട്ട് നമുക്കിങ്ങനെ ഒരു സ്റ്റീൽ ഇങ്ങനെ തിളങ്ങണ മാതിരി വെളിച്ചത്തിൽ കാണാം. നോക്കുന്നുണ്ട് ഒരു ടുക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളൊരു ടുക്ക്. അവരോട് പോയിട്ട് വേഗം ചോദിക്കാറ്. ഞാനിങ്ങനെ നടന്ന് ഞാൻ കുറച്ചങ്ങോട്ട് എത്തുമ്പോണ്ട് നേരത്തെ ഞങ്ങളെ കൊണ്ടുവിട്ടവനുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ, അതായത് നമ്മളെ പ്രതീക്ഷിക്കണ മാതിരി. അപ്പം ഞങ്ങളെ വിട്ട സ്ട്രീറ്റിലല്ല. അവൻ എങ്ങനെ അറിയാം ഞങ്ങൾ ഇത്രയും ദൂരം ഈ സ്ട്രീറ്റിൽ കൂടെ വരുന്നുള്ളത്? നാച്ചുറലി അപ്പം തന്നെ എൻ്റെ തലയിൽ വന്നു. ഞാൻ അവനോട് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ നമ്മളെ ഇന്ത്യ സാർ കയറാതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ഈ വഴിയേ വരുള്ളൂ. എന്നിട്ട് അവനവിടെ നിൽക്കുക കൂളായിട്ട്. തിരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, തിരിച്ചു പോകാനും 300 ആണോ 300 റുപ്യാണോ ചോദിച്ചു. 200. അപ്പോൾ ഡിസ്കൗണ്ടാണോ ചോദിച്ചു. അപ്പോൾ ചിരിച്ചു. എന്നിട്ട് കയറ്റിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വീണ്ടും ഇതുമാതിരി കുറേ വഴിയുടെ അത് വന്നപ്പോൾ ഒരു കാറൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല. എങ്ങനെ കാർ അതിൻ്റെ അകത്ത് വന്നു? അതൊന്ന് ബ്ലോക്കായിട്ട് എല്ലാവിടെയും ബ്ലോക്ക്. ഇവന് കച്ചവടക്കാരൊക്കെ ഇവൻ പരിചയമുള്ള മാതിരിയൊക്കെ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുക, വണ്ടിയുടെ അകത്ത് എന്നിട്ട് പിന്നെ എന്തൊക്കെയോ കാണിച്ചിട്ട് ഒരു അങ്ങോട്ട് തിരിച്ചിട്ട് ഇവനൊരു 2 കെട്ടിടത്തിൻ്റെ ഇത്രയും ചെറിയൊരു ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റി. ഞാൻ വെച്ചു എൻ്റെ ദൈവം ഇവനെങ്ങനെ ഈ വണ്ടിയും കൊണ്ടുപോകും? അപ്പോൾ കറക്റ്റ് ഒരു സ്ഥലത്തുണ്ട് ഒരുത്തം നിന്ന് മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുക ആ ഇടുക്കിൻ്റെ ഉള്ളിൽ. ഇവൻ വണ്ടിയൊക്കെ ഓഫ് ചെയ്തിട്ട് അവൻ മൂത്രം ഒഴിക്കണ കഴിവ് വരാം, ഹാപ്പി ആയിട്ട് മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട്. അപ്പോൾ പറയണത് മനുഷ്യൻ്റെ ആവശ്യമല്ലേ, നമുക്കെന്താ ധൃതി? അവൻ പറയുക ഹിന്ദിയിൽ. അയാൾ എന്നിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അയാൾ പോയി. അപ്പോൾ അയാൾ പോയി കഴിഞ്ഞപ്പോൾ അയാളെ ദേഹത്ത് തൊട്ടാതെ ഇതിനടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി വീണ്ടും വേറെ റോഡ് ചാടി 5-10 മിനിറ്റിൽ ഇവൻ ഞങ്ങളെ ആ പാർക്കിങ്ങിൽ എത്തിച്ച് ആ കാറ് നിർത്തിയ സ്ഥലത്ത് അവൻ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ ഞാനവൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞു. ഞാൻ 500 രൂപയുടെ ഒരു നോട്ട് എടുത്ത് കൊടുത്തു. അപ്പോൾ അവൻ്റെ കയ്യിൽ ചില്ലറ തരാനില്ല, തിരിച്ചു തരാനില്ല. അവൻ അവിടെ ഒരു കട, പാർക്കിംഗ് ടിക്കറ്റ് കൊടുക്കണതിൻ്റെ അവരുടെ ഒരു കടയുണ്ട്, ഒരു ഷോപ്പ്, ഒരു കൗണ്ടറുണ്ട്. അവിടെ പോയി ചോദിച്ചു, അവർ കൊടുത്തില്ല. അവൻ ആ ടുക്ക് അങ്ങനെ റിവേഴ്സ് ചെയ്തിട്ട് നമ്മുടെ ആ കാറിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആക്കാട് നിങ്ങൾക്ക് എനിക്കിപ്പോൾ 300 റുപ്യ കടമുണ്ട്, അത് തിരിച്ച് വാങ്ങാൻ എത്രയും പെട്ടെന്ന് വൃന്ദാവനത്തിലേക്ക് വന്നോന്ന് പറഞ്ഞിട്ട് ഓടിച്ചിട്ടൊരു ഒറ്റ പോക്ക് പോയി. അതായത് അയാൾക്ക് എന്നോട് കടമുണ്ട്, അത് വാങ്ങാൻ വന്നോളാൻ. അത് പറഞ്ഞിട്ട് അവൻ വണ്ടി ഓടിച്ചു പോയി.
അത്രയും നേരം ആ പായസം കയ്യിലിരുന്നത് ഒരു ഇലപാത്രത്തിൽ, അത് തുളുമ്പിയിട്ട് പോലും ഉണ്ടല്ല. അത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഡൽഹിക്ക് രാത്രി എത്തുകയും ചെയ്തു. ഇതായിരുന്നു വൃന്ദാവന യാത്രയുടെ ഒരു രത്ന ചുരുക്കം. ഗുരുവായൂർ പോലും പോയാൽ പോലും ഇങ്ങനെ ഇറങ്ങി പോരുവാൻ. അല്ല, ഗുരുവായൂർ പിന്നെ വേറെ പല അവിടെ എന്താ പറയുക, അക്രമം കൂടുതലാണല്ലോ. ഇതിങ്ങനെ എനിക്ക് തോന്നുന്നത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് അത് പ്രേക്ഷകർക്ക് എന്തെങ്കിലും ആ ഫീൽ ഇപ്പം ഉണ്ടായതല്ലേ, കഴിഞ്ഞ മാസം ഉണ്ടായത്. അതെ അതെ അതെ, കഴിഞ്ഞ മാസം ചില ഇടപെടലുകളാണ് നമുക്കത് അതൊരു എക്സ്പീരിയൻസ്. ഭഗവാന്റെ ഒരു രീതി അതാണ്. ആ സമയത്ത് ആ ഒരു വസന്ത പഞ്ചമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനുഷ്യനോട് കയറാൻ പറ്റില്ല. നമ്മളിലൊക്കെയുള്ള ബോധവസ്തു തന്നെ, ആ ബോധവസ്തു അവിടെ ഒരു ഫോം എടുക്കണു ഓരോ ആവശ്യങ്ങൾക്കുള്ളത് മാത്രമല്ല. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള മിറക്കിൾസ് ഹാപ്പൻ ഫ്രം വിത്തിൻ അസ് എന്നാ. ഇറ്റ് നെവർ ഹാപ്പൻസ് ഫ്രം സംവെയർ ഔട്ട് സൈഡ്. ഞാനതിൽ പല ഭാഷത്തിലും പറയാറ്, ഭഗവാൻ വൈകുണ്ഠം പറഞ്ഞ ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയല്ല. ഹി കംസ് ഫ്രം വിത്തിൻ അസ്. ഭാഗവതത്തിൽ തന്നെ പറയണല്ലോ, ധ്രുവൻ എവിടെ ആദ്യം കാണുന്നത്? അകത്താ കാണുന്നു. കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തല്ലേ കാണുന്നത്. ധ്രുവ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പം ഇത് ഒരാൾ നിൽക്കണു അകത്ത്. ധാരാ വീണ്ടും ധ്രുവ എന്ന് വിളി കേൾക്കണു. അപ്പോൾ അകത്താ നോക്കുന്നത്. വീണ്ടും വിളിക്കുമ്പോഴാണ് ആ ശബ്ദം പുറത്തു നിന്നാണോ വരെ തോന്നി കണ്ണു തുറക്കുക. ഇതേ അകത്ത് കണ്ടാൾ പുറത്ത് വെക്കണു. എപ്പോഴും അകത്താദ്യം കാണണം. അകത്ത് കാണാണ്ട് നമുക്ക് പുറത്ത് എവിടെ അന്വേഷിച്ചിട്ടും കാര്യമില്ല. ഇന്നത്തെ ആധ്യാത്മിക വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയ ന്യൂനത അതാണ്. അകത്ത് കാണാൻ പഠിപ്പിക്കണില്ല, പുറത്താ കാണാൻ പഠിപ്പിക്കണം. പുറത്ത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ കഥയിൽ കുടുങ്ങിയാലുള്ള പ്രശ്നം വരുന്നത്. സ്ഥലത്തും കഥയിലും ഇലയിലും പൂവിലും കുടുങ്ങിപ്പോകും. അക്രൂരനൊക്കെ പഠിപ്പിച്ചാലേ ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു, തേരിൽ കാണുന്നു, അകത്ത് കാണുന്നു, ജലത്തിൻ്റെ അടിയിൽ കാണുന്നു, മോൾ അങ്ങനെ കാണാൻ പഠിപ്പിക്കണം. അത് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കഥ കേട്ട് ഈ ചെവി കേട്ട് അപ്പുറത്ത് കൂടെ വിടും. അതാണ് ഇപ്പോൾ സംഭവം. എന്നിട്ട് ഇതൊക്കെ മോശം, അത് ശരിയല്ല, ഇതൊക്കെ ഫിക്ഷൻ അല്ലേ, ഇങ്ങനെ പറഞ്ഞു വിടും. വേണ്ടവന് കിട്ടും, വേണ്ടവന് ഇന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ അർദ്ധനാരീശ്വര കൺസെപ്റ്റ് പറഞ്ഞല്ലോ, വെച്ചാൽ അത് ശിവപാർവതി സമയത്ത്. പക്ഷേ ഇവിടെ ഈ കോൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പം കൃഷ്ണൻ്റെ ഇപ്പം വേൾഡ് റിലീജിയൻസിൽ മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ല. ഫീമെയിൽ പ്രിൻസിപ്പിളും മെയിൽ പ്രിൻസിപ്പിളും ചേർന്നുള്ള സിസ്റ്റങ്ങൾ കാണാം. വൈഷ്ണവത്തിൽ അത് ലക്ഷ്മീനാരായണനാണ്. നമ്മൾ പലപ്പോഴും ലക്ഷ്മി വാസുദേവൻ എന്ന് പറയുമ്പോൾ ധ്യാനത്തിൽ ഇപ്പോൾ വിദ്യുച്ചന്ദ്രൻ ഇപ്പം പറഞ്ഞിട്ടുള്ള ധ്യാനം കൊണ്ട് അത് ഓം നമോ ഭഗവതേ വാസുദേവക്കാണ്. വേറൊരു ധ്യാനമുണ്ട്, പെട്ടെന്ന് കിട്ടുന്നില്ല. ആ ധ്യാനത്തിൽ ഭഗവാൻ അമ്മയെ മടിയിലിരുത്തിയിട്ട്, ഇപ്പം കൽപ്പാത്തിയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പ്രതിഷ്ഠ അങ്ങനെയാണ്. അമ്മ ഇങ്ങനെ സ്നേഹപൂർവ്വം ഇങ്ങനെ ഇടുപ്പിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് അമ്മ ഇങ്ങനെ പ്രേമത്തോടെ നോക്കുക, ഭഗവാൻ ഇങ്ങനെ കടാക്ഷിക്കണം. ഭയങ്കര ഭംഗിയുള്ള വിഗ്രഹം. ഒറീസയിലെ ഭുവനേശ്വറിലെ ലിംഗരാജ ക്ഷേത്രത്തിൽ അതിലും സൗന്ദര്യമുള്ള ഒരു ഒത്ത വിഗ്രഹമുണ്ട്. മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് അവരിപ്പോൾ ഉമ്മ വയ്ക്കും തോന്നും. അത്രയും പ്രണയം നിൽക്കണ ഭാവത്തിലാണ് ശക്തി. അതായത് എങ്ങനെയാണ് നമ്മൾ ശക്തി പഞ്ചാക്ഷരം എന്ന് പറയില്ലേ, ശ്രീപാർവതിയെ മടിയിരുത്തി. ഇപ്പോൾ മമ്മിയൂരൊക്കെ സങ്കല്പം അതല്ലേ, അങ്ങനത്തെ അല്ലെ. അതിൻ്റെ യഥാർത്ഥ വിഗ്രഹം കാണണമെങ്കിൽ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ പള്ളിയറ പൂജറ അടുത്ത് ശക്തി പഞ്ചാക്ഷരി പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ പോയാൽ കാണാം, വിഗ്രഹം കാണാം. ചെറുതാണ്, അങ്ങനെ മടിയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട്. അതേ ഭാവമാണ് സാധാരണ കൊടുക്കാറ്. പക്ഷെ ശരിക്ക് ലക്ഷ്മീനാരായണ ഉപാസനയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പകുതി ലക്ഷ്മിയും പകുതി വിഷ്ണുവാണ്. അതിൻ്റെ മന്ത്രമുണ്ട്, അതിൻ്റെ സങ്കല്പമുണ്ട്. അതായത് എങ്ങനെയാണോ അർദ്ധനാരീശ്വരനും അർദ്ധനാരീശ്വരിയും ഉള്ളത് ശൈവത്തിൽ അല്ലെങ്കിൽ ശാക്തേയത്തിൽ, എന്താ പറയുക, നാരിയായിട്ടുള്ള അർദ്ധനാരി നാരായണനും അർദ്ധനാരി ലക്ഷ്മിയും ഉണ്ട്. ഇത് ഗൗഡീയ വൈഷ്ണവത്തിൽ വന്നപ്പോൾ അർദ്ധനാരി കൃഷ്ണനും അർദ്ധനാരി രാധയായി. ആത്യന്തികത്തുണ്ട ഫീമെയിൽ പ്രിൻസിപ്പിൾ, മെയിൽ പ്രിൻസിപ്പിൾ കോൺസ്റ്റൻറ്റും ഫീമെയിൽ പ്രിൻസിപ്പിൾ ചേഞ്ചിങ്ങും ആയിരിക്കും. മെയിൽ പ്രിൻസിപ്പിൾ പുരുഷൻ, മറ്റേത് പ്രകൃതി സാങ്കേത്തിൽ. അതെ, ഡൈനമിക് ആയിരിക്കും, എപ്പോഴും ഡൈനമിക് ആയിരിക്കും. അപ്പോൾ സാങ്കേത്തിൽ പുരുഷനും പ്രകൃതി എന്ന് പറയണത് ശൈവത്തിൽ ശിവനും ശക്തിയായി, വൈഷ്ണവത്തിൽ ലക്ഷ്മി നാരായണനുമായി, ഗൗഡീയ വൈഷ്ണവത്തിൽ രാധയും കൃഷ്ണനുമായി. അതുകൊണ്ടാണ് ഇത് വേറെയാണെന്ന് പറഞ്ഞാൽ തമ്മിൽ വിട്ടിത്തരാണ്. ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഇത് ഓരോ പ്രസ്ഥാനക്കാരുടെ പുറകെ കടന്നിട്ട് ഓരോ സ്കൂളുകളും പിന്നെ ഓവർ റേറ്റഡ് ഗുരുകുലം സിസ്റ്റങ്ങളും നശിപ്പിച്ചു. പ്രത്യേകിച്ച് കലിയുഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തമോ ഗുണം വർദ്ധിച്ചിരിക്കണം. ഏത് സമയമാണെങ്കിൽ അതൊക്കെ കലിയുഗമാണെന്നാണ് എൻ്റെ അഭിപ്രായം.